റബ്ബ് എന്ന ഉടമ എന്ന വിശ്വാസം ഇല്ലാതെ തേടുന്ന, അതായത് ഉടമ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഞാൻ പറയണ്ടല്ലോ, റബ്ബ് എന്നുള്ള അർത്ഥത്തിലുള്ള ഉദ്ദേശത്തിലല്ലാതെ മറ്റൊരാളോട് തേടിയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രാർത്ഥനയാവുകയില്ല, ദുആയാവുകയില്ല എന്ന് ഇമാമിങ്ങൾ ഉദ്ധരിച്ച് സുന്നികൾ പറയാറുണ്ട്. പക്ഷേ ഇതിന് വ്യക്തമായിട്ട് ഒരു നിർവചനം അല്ലെങ്കിൽ വ്യക്തമായ ഒരു വിശദീകരണം ഇന്നേവർ ഒരൊറ്റ മുജാഹിദ് പണ്ഡിതന്മാരിൽ നിന്നും കിട്ടിയിട്ടേ ഇല്ല. കാരണം ഞാൻ 8 വർഷമായി വാട്സപ്പിലൊക്കെ സംസാരിക്കുന്ന ആളാണ്. ഇന്നേ വരെ ഒരൊറ്റ മുജാഹിദ് പ്രവർത്തകനിൽ നിന്നും ഒരു മൗലവിയിൽ നിന്നും എന്താണ് പ്രാർത്ഥന എന്നതിന് ഒരു വ്യക്തമായ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. സുന്നികൾ പറയാറുണ്ട് റബ്ബ് എന്ന നിലക്കുള്ള തേട്ടമാണ് പ്രാർത്ഥന എന്ന്. അപ്പോ അതിന്റെ ഒരു വിശദീകരണം നന്നായിരുന്നു. ഒരു വ്യക്തത കിട്ടാൻ വേണ്ടി ചെറിയ കാര്യം കൂടി ആവശ്യപ്പെടുകയാണ്. അത് ഇപ്പൊ സുന്നികൾ പറയുന്നു റബ്ബ് എന്ന വിശ്വാസത്തിൽ തേടിയാലാണ് പ്രാർത്ഥന ആവുക. അത് ആരാണ് പറഞ്ഞത്? ശരിക്കും ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ള ഇവിടുത്തെ തഫ്സീറിൽ പറഞ്ഞു. അതിവിടെ റബ്ബഹു, അപ്പൊ അവന്റെ റബ്ബിനോട് തേടലാണ് ദുആ എന്നല്ലേ? റബ്ബ് എന്ന വിശ്വാസത്തിൽ തേടലാണെന്നല്ലല്ലോ ഇവിടെ. അത് പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ മനസ്സിലാകും. അതിലുള്ള പ്രാർത്ഥനകൾ മുഴുവൻ റബ്ബി റബ്ബന റബ്ബി റബ്ബന എന്ന് മാത്രം. ശരി, അപ്പോ ഞാൻ പറഞ്ഞു. പിന്നെ വേറൊന്നും എന്താണെന്ന് വെച്ചാല് പ്രാർത്ഥന ഒരു കാര്യം ഒരു ഇബാദത്താവുക എന്നുള്ളത് അവന്റെ വിശ്വാസത്തിനനുസരിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ പിന്നെ ഇവിടെ റബ്ബിനോട് തേടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റബ്ബ് എന്ന വിശ്വാസത്തോട് തേടുക എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുന്നികൾ പറയുന്നു റബ്ബാണ്, ഇലാഹാണ്, അല്ലെങ്കിൽ സ്വയം കഴിവുള്ളവരാണ്, സ്വമതാണ് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് ആരോട് തേടിയാലും അത് പ്രാർത്ഥനയാണ്. അല്ല, മറ്റും പോലെ സ്വമതീയത്ത് കൽപ്പിച്ചാലേ ശിർക്കാവൂ എന്ന് മണ്ണാർക്കാട് സംഭവത്തിൽ സുലൈമാൻ സഖാഫി സ്ഥാപിക്കാൻ ശ്രമിച്ച കാര്യമാണ്. അവരുടെ കുഴപ്പമില്ല, റബ്ബ് മാത്രത്തോടി അത് കുഴപ്പമില്ല. അവിടെ സ്വമതീയത്തോട്ട് അവിടെ ഉദ്ദേശിച്ചത് ഞാൻ പറയട്ടെ. സ്വമതീയത്തോട്ട് ഉദ്ദേശിച്ചത് ഒരു കഴിവിൽ, അതായത് ഒരു കാര്യത്തിൽ പൂർണ്ണമായ ഉടമസ്ഥാവകാശം കഴിവ്, അതായത് സ്വയം കഴിവ്, അതിൽ മറ്റൊരാൾക്കും പങ്കില്ല എന്നുള്ളതാണ് സമതിയത്തോട് അവിടെ ഉദ്ദേശിച്ചത്. അതല്ല ഉദ്ദേശിച്ചത്. ആരോട് തേടുന്നുവോ അവർ റബ്ബാണ് എന്ന് വിശ്വസിക്കണം, എന്നിട്ട് തേടിയാലേ ദുആ ആവുള്ളൂ എന്ന് പിൻഗാമികളോ ആയ പിൻഗാമികൾ ഇപ്പൊ ഈ അവസാന കാലത്ത് ഇങ്ങനത്തെ കുറച്ച് ഇസ്തിഗാസവാദികളായ ചില ആളുകൾ പറഞ്ഞു വെച്ചു എന്ന് ഒഴിച്ചാൽ അതിനപ്പുറത്ത് ആധികാരികമായ ഖുർആൻ വ്യാഖ്യാതാക്കളോ മറ്റു പണ്ഡിതന്മാരോ അവരാരും രേഖപ്പെടുത്തിയവിടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിർക്കുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച ഒരുപാട് അധ്യാപനങ്ങളെ നമ്മൾ എടുത്തു നോക്കുക. അടിസ്ഥാനം അതാണല്ലോ. ഖുർആനോ ഹദീസിലോ ശിർക്കുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച അധ്യാപനങ്ങൾ എവിടെയും റബ്ബാന്ന് വിശ്വസിച്ചാലേ അത് ദുആ ആവുള്ളൂ എന്ന് കാണുന്നില്ലെന്ന് മാത്രമല്ല, തിരിച്ചു കാണുന്നു. റബ്ബാന്ന് വിശ്വസിച്ചാൽ ദുആ ആവുള്ളൂ എന്നാണെങ്കിൽ എന്താ പ്രസക്തിയാണ് ഇതിനുണ്ടാകുക? അള്ളാഹുവിനെ കൂടെ ഒരാളോടും നിങ്ങൾ ദുആ ചെയ്യരുത്. ഒരാളോട് ചെയ്താൽ ദുആ ആവൂലല്ലോ. ഇപ്പൊ ദുആ ചെയ്യരുത് പറഞ്ഞ എന്താ അർത്ഥമുണ്ട്? സമാനമായ ഒരുപാട് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ ദുആ ചെയ്യൂ. അത് പറയുന്നത് എന്താ അർത്ഥമുണ്ട്? അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാത്തോട് ദുആ ആവൂലെങ്കിൽ പിന്നെ റബ്ബ് എന്നുള്ള വിശ്വാസം ഇല്ലാത്ത ദുആ ആകൂലെങ്കിൽ എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ തേടൂ എന്ന് പറയുന്നതിന്റെ പ്രസക്തി ഇല്ലല്ലോ, എന്റെ ആവശ്യമില്ലല്ലോ. ഇനി നബി തങ്ങൾ ശിർക്കായി പരിചയപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങൾ. മൻ അല്ലഖ തമീമ ഫഖദ് അശ്റക, ഏലസ് കിട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു. ആ ഏലസ് റബ്ബാന്ന് വിശ്വസിച്ചിട്ടല്ലല്ലോ അത് ശിർക്കാവുന്നത്. മാഷാ അല്ലാഹു വശിഅത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ താങ്കളും അല്ലാഹുവും ഉദ്ദേശിച്ചതാണ് സംഭവിക്കുക എന്ന് പറയുമ്പോൾ അജഅൽതനി ലില്ലാഹി നിദ്ദൻ, നീ എന്നെ അള്ളാഹ്ക്ക് തുല്യനാക്കുകയാണോ എന്നാണ് ചോദിച്ചത്. അപ്പൊ മുഹമ്മദ് നബി റബ്ബാണെന്ന് വിശ്വസിച്ചുകൊണ്ടാവൂലല്ലോ ആ സ്വഹാബി അത് പറഞ്ഞിട്ടുണ്ടാവുക. വാഴ തൂക്കാൻ വേണ്ടി ഒരു മരം വേണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ് എന്നാണ് നബി തങ്ങൾ കൊടുത്ത മറുപടി. യുദ്ധത്തിന് പോകുമ്പോ വാളൊന്ന് തൂക്കിയിട്ട് ബർക്കത്തെടുക്കാൻ എന്തെങ്കിലും ഒരു കഴിവ് അതിൽ നിന്ന് കിട്ടാൻ വേണ്ടി ഒരു മരം നിങ്ങൾ നിശ്ചയിച്ചു തന്ന നബിയെ എന്ന് പറയുമ്പോൾ ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ് എന്ന് പറയുന്നു. ആ മരം റബ്ബായ മരമാണ് എന്ന് ഒരു സ്വഹാബി വിശ്വസിക്കൂലല്ലോ. മരിച്ച ഒരാളോട് 100 രൂപ ചോദിച്ചാലും അത് കഴിവുള്ളവനാണെങ്കിൽ അത് അവനക്ക് കിട്ടും.
അല്ലെങ്കിൽ മരിച്ച കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ അത് അബദ്ധമാവും, മണ്ടത്തരാവുന്നല്ലാതെ ഇത് ശിർക്കാകും എന്ന് പറയുന്നത് ഒരു അബദ്ധമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിന് പൂർണ്ണമായൊരു നിർവചനം എന്താണ് പ്രാർത്ഥന എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും കാലം എത്രയോ 8 വർഷത്തോളായി മുജാഹിദ് സുഹൃത്തുക്കളോട് ചോദിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരൊറ്റ ആളും എന്താണ് പ്രാർത്ഥന എന്ന് മനസ്സിലാക്കി തന്നിട്ടില്ല. ഇപ്പൊ ഒരു കള്ള്, എന്താണ് കള്ള് എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ പറഞ്ഞു കൊടുക്കാൻ മനസ്സിലാകും. അത് ലഹരിയുള്ള വസ്തുവാണ് കള്ള്. നേരെ മറിച്ച് എന്താണ് പ്രാർത്ഥന എന്ന് ഇതുവരെ ഒരൊറ്റ മുജാഹിദ് സുഹൃത്തുക്കളും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ അതാ ചോദിച്ചത്, നിങ്ങൾ വേറെ കുറേ കാര്യങ്ങളാ പറഞ്ഞത്. പ്രാർത്ഥന എന്താണ് എന്ന് ഒന്ന് വിശദീകരിക്കാൻ പോകണോ ഞാൻ ചോദിച്ചത്. പക്ഷെ ആ വിഷയം നിങ്ങൾ തൊട്ടേ ഇല്ല. ഇത് എല്ലാ മുജാഹിദ് സുഹൃത്തുക്കളെയും സ്വഭാവം. അതല്ല ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞുതരാണ് നിർവചനമാണോ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പറയാണ് നിങ്ങൾ ഇവിടെ ദ്വാരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണോ അവിടെ ഉദ്ദേശിച്ചത് അതാണ് നമ്മൾ പറഞ്ഞതുവാണ്. അത് മനസ്സിലാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ചിലപ്പോ. അത് 8 കൊല്ലല്ലേ അതിൽ ആളായിട്ട് ഇപ്പൊ വർക്കുണ്ടല്ലോ. അപ്പൊ ആ ദ്വാ അള്ളാനോടെ പറ്റുള്ളൂ. അതാണ് നമ്മൾ പറഞ്ഞത്. ഉസ്താദെ ദ്വാരിക്കീന്ന് പറഞ്ഞിട്ട് 100 രൂപ തന്നാല് അല്ല ഏത് ദ്വാപ്പച്ച് വിചാരിച്ചത് എനിക്കത് മനസ്സിലായിട്ടില്ല. ഞാൻ 5-8 കൊല്ലം നടക്കുകയാണ്, എനിക്ക് ഏത് ദ്വാ വേണ്ടി എന്നിപ്പോ നിങ്ങളും ചോദിക്കുന്നില്ല, ഞാനും ചോദിക്കുന്നില്ല. ആ ദ്വാ പഠിച്ചവനോടെ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞുതരാം, വഹിക്കണം. ആ ദ്വാ പഠിച്ചവനോടെ പറ്റുള്ളൂ. അതാണ് ഞങ്ങൾ പറഞ്ഞ ഏറ്റവും ബേസ്. അഹ്ലുസുന്നയുടെ വക്കൽ ദുആ എന്ന് പറഞ്ഞാൽ ത്വലബുൽ അദ്നാ മിനൽ അഅ്ല അലാ വജ്ഹിൽ ഇസ്തികാന. ത്വലബുൽ അദ്നാ മിനൽ അഅ്ല അലാ വജ്ഹിൽ ഇസ്തികാന എന്ന് ഹാഷിയത്തുൽ ബാജൂരിയിൽ നിങ്ങളൊക്കെ ശൈഖുൽ ഇസ്ലാം എന്ന് വിളിക്കുന്ന ബൈജു റഹിമഹുല്ലാ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് താഴെയുള്ളവർ മീതയുള്ള ഒരാളോട് ഭക്തിയാദരവോടുകൂടി തേടലാണ് ദുആ. അവിടെ റബ്ബാണെന്നും പറഞ്ഞിട്ടില്ല, റബ്ബാണ് വിശ്വസിക്കണമെന്നും പറഞ്ഞിട്ടില്ല, ഇലാഹാണ് വിശ്വസിക്കണമെന്നും പറഞ്ഞിട്ടില്ല, സമവിയത്തും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു നിബന്ധനയും പറഞ്ഞിട്ടില്ല. അതായത് ഭയഭക്തി ബഹുമാനത്തോടുകൂടി മേലെയുള്ള ആളോട് താഴെയുള്ള ആള് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ദ്വായാകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാപ്പാനോട് ചോദിച്ചാൽ ഷിർക്കാകും, ഞങ്ങളോട് ചോദിച്ചാൽ ഷിർക്കാകും. അങ്ങനെ എന്തൊക്കെ ഷിർക്കാവും. ശരി, അതാ പ്രശ്നം. ഞാൻ പറഞ്ഞു അതിന്റെ അടിയിൽ. അപ്പൊ മറ്റേ കച്ചവടം വന്നിട്ട് നിങ്ങൾ ചോദിപ്പുണ്ടാക്കി. അതാ പറഞ്ഞ മാലായക്കതു അലൈഹി ഇല്ലല്ലാന്ന് പറഞ്ഞ അവിടെയാണ്. അതില്ല, നിർവചനത്തിന് ആവശ്യമില്ല. അതിന് പകരം എന്തുണ്ട്? വെറും താഴെയുള്ള ആൾ മേലോട് ചോദിക്കാൻ മാത്രമല്ലുള്ളത്. അലാ വജ്ഹിൽ ഇസ്തികാന എന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു ശിർക്കല്ല, നിങ്ങൾ ഇങ്ങോട്ട് ദുആനാലോ ശിർക്കാണ്, നിങ്ങൾ ഇങ്ങോട്ട് ദുആനാ ശിർക്കാണ്. ഇവിടെ എന്താ വിഷയം? ഏത് ആളോട് നിങ്ങൾ നേരത്തെ പറഞ്ഞെന്താ, ഏത് ആളോട് തേടിയാലും റബ്ബാണ് എന്ന വിശ്വാസത്തിൽ തേടിയാലേ ശിർക്കാവൂ, ദുആവൂ. റബ്ബ എന്ന വിശ്വാസത്തിൽ തേടിയാൽ ദുആവൂ. ഞാൻ പറഞ്ഞത് അങ്ങനെ റാസിലില്ല, ഒരു കിതാബിലുമില്ല. റാസിലെന്നല്ല, അഹ്ലുസുന്നയുടെ ആദ്യകാലിക പണ്ഡിതന്മാരിൽ ഒരാളും പഠിപ്പിക്കാത്ത പുത്തൻ വാദം സൂഫികൾ കൊണ്ടുവന്നത് നമ്മുടെ നാട്ടിൽ പ്രചരിച്ചതാണ്. സംശയമില്ലല്ലോ, അത് സംശയമില്ല, അത് സത്യമാണ്. അങ്ങനെയല്ലേ ഹഖീഖത്തു ദുആ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ദുആ, ശരിക്കുള്ള ദുആ റബ്ബിനോട് തേടലാണ്. അടിമ റബ്ബിനോട് തേടലാണ്. അതാണ്. പിന്നെ എന്താണ് ശൈഖ് തോന്നുന്നത്? ഇപ്പൊ ഞാനും പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് അത് തന്നെയാണ്. ആയിക്കോട്ടെ, അപ്പൊ നിങ്ങൾ മൊയ്തീശങ്ങൾ തേടണ്ടാന്ന് അപ്പോഴും തേടിയാൽ മതി. ഇനി റബ്ബിനോട് തേടിയാൽ മതി, ശൈഖിനോട് തേടണ്ടാന്ന്. അവിടെ റബ്ബഹു എന്ന് പറഞ്ഞാല് റബ്ബ് എന്ന നിലക്ക് തേടാ, അതായത് വിശ്വാസത്തിൽ അവന്റെ റബ്ബായിരിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത് നിങ്ങളെ വക, അത് നിങ്ങളെ വക. അതിൽ നിന്ന് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. കാരണം അത് നിങ്ങൾക്ക് മനസ്സിലായി. അവിടെ പഴിച്ചത് അവിടെയാണ് പഴിച്ചത്. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി, അപ്പൊ പഴിച്ചു. ഹഖീഖത്തു ദുആ ആണ്, തന്നെയാണ് ശരി. ദുആയുടെ നിർവചനമല്ല അവിടെ പഠിപ്പിച്ചത്. ഇമാം റാസി അവിടെ ദുആയുടെ നിർവചനമല്ല പഠിപ്പിച്ചത്. ഒരാൾ ഹക്കായ പ്രാർത്ഥന, ഞാൻ എന്റെ റബ്ബിനോട് നിർവഹിക്കുന്ന സാക്ഷാൽ ദുആ, അതെന്താന്നാണ് പറഞ്ഞത്. അതാണ് ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു, ഒരു അടിമ തന്റെ റബ്ബിനോട് തേടലാകുന്നു. എന്ത്? സത്യമായ ശരിയായ ദുആ അതാണ്. അല്ലാതെ ആരോട് തേടിയാലും റബ്ബാന്ന് വിശ്വസിച്ചാലേ ദുആ ആവുള്ളൂ എന്ന് റാസിം പറഞ്ഞിട്ടില്ല, അഹ്ലുസുന്നയുടെ ആധികാരിക ഒരാളും പറഞ്ഞിട്ടില്ല, ഒരു കിതാബിലില്ല. അതെല്ലാ കിതാബും നോക്കിയിട്ടും വായിച്ചിട്ടും ഒന്നും അല്ല പറയണത്. എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും മൂലമായി തപ്പിപ്പിടിച്ച് കൊണ്ടുവരക്കൂല, ഇന്ന് വരെ ആരും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ തപ്പിക്കോളി, നിങ്ങൾ അന്വേഷിച്ചോളി. ഞാൻ തീർത്തു പറയുന്നു ദുആഇന് നിർവചനം പറഞ്ഞ ഒരാളും ആരോട് തേടുമ്പോഴും റബ്ബാന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാലേ ദുആ ആവൂ, അല്ലെങ്കിൽ അതാകുന്നു ദുആ എന്ന ഒരു നിർവചനമോ വിശദീകരണമോ
ഒരാളും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ പഠിപ്പിക്കൂല. കാരണം മുജാഹിദ് പ്രസ്ഥാനം ഈ അടുത്ത കാലത്ത് വന്നൊരു സംഗതിയാണ്. അതായത് ദുആ അള്ളാഹു അല്ലാത്തവരോട് മറ്റു തേടുന്നതൊക്കെ ദുആയാണ് എന്നുള്ള വാദം തന്നെ ഈ അടുത്ത് വന്നതാ. അപ്പൊ പിന്നെ ഇമാമിങ്ങളെ കിതാബിലൊന്നും ദുആന്റെ നിർവചനോ അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ളതോ കാണൂല. ശരി, അപ്പൊ ഇല്ലെന്ന് ഉറപ്പായല്ലോ, കിതാബില്ല ഉറപ്പായല്ലോ, അത് ആവശ്യമുള്ളൂ. ഇനി മുജാഹിദുകൾ ഈ കാര്യം അടുത്ത കാലത്ത് പറയാൻ തുടങ്ങി. എന്തുകൊണ്ട്? ഇസ്തിഗാസ അടുത്ത കാലത്ത് ഉണ്ടായതുകൊണ്ട്. ഇസ്തിഗാസ ഈ അടുത്ത കാലത്ത് ഉണ്ടായി. ആ മുജാഹിദുകൾ പറഞ്ഞു ഇത് പാടില്ലാന്ന് പറഞ്ഞു. പണ്ടില്ലാത്ത പണ്ട് പറയാൻ പറ്റുന്നല്ലോ. അപ്പൊ ക്ലിയറായി, അത് ക്ലിയറായി. നിങ്ങൾ ഒന്നിരിക്കി, ഒരു 5 മിനിറ്റ്. അൽഹംദുലില്ലാഹ് ഖൈറാണ്. അപ്പൊ മുജാഹിദീങ്ങൾ ഇത് പറഞ്ഞു. എന്ത്? അള്ളാഹുവിനോട് മാത്രം തേടാൻ പാടുള്ളൂ. എന്തുകൊണ്ട് പറഞ്ഞു? അന്നല്ലാത്തോട് തേടുന്ന ഏർപ്പാട് കുറച്ച് മനുഷ്യന്മാർ പഠിച്ചു തുടങ്ങി. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് ശരിയല്ല, പണ്ടത് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഒരാൾ നിർവഹിക്കുന്ന സത്യമായ ശരിയായ ശർഅ് പഠിപ്പിച്ച ദുആ ഏതാണ്? തന്റെ റബ്ബിനോട് അവൻ നിർവഹിക്കുന്ന ദുആ ആണ്. ഇസ്തിദാഉൽ അബ്ദി റബ്ബഹു, തന്റെ റബ്ബിനോട് ഒരു അടിമ, കച്ചവടക്കാരൻ പിന്നെ ചോദിപ്പുണ്ടാക്കുകയാണ്, ഒരടിമ അല്ല മൂപ്പർക്ക് പ്രതീക്ഷ ഉണ്ട്, നിങ്ങളെ മാതിരിയല്ല, കിതാബ് തിരിയും. ഇസ്തിദാഉൽ അബ്ദി റബ്ബഹു, ഒരടിമ തന്റെ റബ്ബിനോട് തേടുന്ന തേട്ടമാണ് എന്ത്? ഹഖീഖത്തു ദുആ. അതാണ് സാക്ഷാൽ ദുആ. ആ ദുആ റബ്ബിനോടേ പാടുള്ളൂ, മറ്റാരോടും പാടില്ല. ഇനി അത് മതി, നമുക്ക് ഹഖീഖത്തായ ദുആ മതി. ഞാൻ അപ്പുറത്തെ ഹക്കല്ലാത്ത ദുആ നമുക്ക് വേണ്ട. അല്ലാത്ത ദുആ ഒക്കെ ബാത്തിലായ ദുആ ആണ്. അല്ലാത്ത ഏത് പ്രാർത്ഥനയും ബാത്തിലായ ദുആ ആണ്. അതിനർത്ഥം ആരോട് ഒരാൾ എന്ത് തേടിയാലും അതൊക്കെ ദുആ ആകണമെങ്കിൽ ആരോട് തേടുന്നുവോ അവർ റബ്ബാണെന്ന് വിശ്വസിക്കണം എന്ന് അഹ്ലുസുന്നയുടെ പ്രാമാണികരായ പണ്ഡിതന്മാരിൽ ഒരു പണ്ഡിതനും പഠിപ്പിച്ചിട്ടേ ഇല്ല. റാസിയും പറഞ്ഞിട്ടില്ല, ഒരു കിതാബിലും ഇല്ല. അത് നിങ്ങൾക്ക് അന്വേഷിക്കാം, നിങ്ങൾ അന്വേഷിച്ചോളൂ. ഞാൻ തീർത്തു ബാങ്കിൽ കിട്ടൂല. നിങ്ങൾ എപ്പ കിട്ടും നിങ്ങൾക്ക് അപ്പം നമ്മൾ അറിയിക്കാം. 8 കൊല്ലൊന്നും വേണ്ട, നിങ്ങൾ ഏത് മുജാഹിദിനും പിന്നാലെ പോകും വേണ്ട. ഇത് നിങ്ങൾ കിതാബിന് എവിടുന്ന് കിട്ടണം അറിയിച്ചോളി. അതില്ല, അങ്ങനെ എവിടെയും ഇല്ലതാനോ. നിർവചനം പറഞ്ഞോലോ അല്ലാത്ത ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അത് പിൽക്കാലത്ത് റബ്ബല്ലാത്ത ആളോട് തേടുന്ന രീതി കൊണ്ടുവരികയും അത് ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ പിന്നെ കണ്ടെത്തിയ വഴിയാണ് റബ്ബാന്ന് വിശ്വസിക്കണം, ഇലാഹാന്ന് വിശ്വസിക്കണം, സ്വയം കഴിവ് വകവെച്ച് കൊടുക്കണം. അപ്പൊ കൊടുത്ത കഴിവ് ഞങ്ങൾ ചോദിക്കണം, അതുകൊണ്ട് ശിർക്കല്ല എന്നൊക്കെ പിന്നെ അതിനു വേണ്ടി പറഞ്ഞൊപ്പിച്ച ന്യായങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യേണ്ടത് ഹഖീഖത്ത് ദുആ മാത്രം എടുക്കുക. ഹഖീഖത്ത് ദുആ, സത്യമായ ദുആ ഉണ്ടല്ലോ, ആ റബ്ബിനോട് അത് മാത്രം എടുക്കുക. അപ്പൊ ആ കുത്തുബൈത്തും റാത്തീബും മാലിയും മൗലൂദും ഇസ്തസ്ഖീം ഒക്കെ ഒഴിവാക്കിയിട്ട് റഹ്മാനായ റബ്ബിനോട് മനസ്സറിഞ്ഞിട്ട് ദ്വാരിക്കുക. പഠിച്ചവനെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, എന്നോട് മാത്രം ഞാൻ സഹായം തേടുള്ളൂ, എന്നെ മാത്രമേ ഇബാദത്ത് എടുക്കുള്ളൂ എന്ന് അള്ളാഹിന്റെ മുമ്പിൽ മനസ്സറിഞ്ഞ് അപ്പ പ്രഖ്യാപിക്കാൻ പറ്റും. മറ്റെന്താ വെച്ചാല് ഇവിടെ എന്തും ഏതിനൊക്കെ മരിച്ചുപോയ ആള് അമ്പിയാക്കന്മാരൊക്കെ വിളിച്ചു തേടുന്ന ആ ശൈലി അത് മുസ്ലിമീങ്ങൾക്ക് പരിചയമുള്ള ശൈലിയല്ല, അത് അഹ്ലുസുന്നെ പരിചയപ്പെടുത്തിയതല്ല. അത് പിൽക്കാലത്ത് ഷിയാക്കൾ കൊണ്ടുവന്നു, ഷിയാക്കളിനെ സൂഫികൾ ഏറ്റെടുത്തു, സൂഫികളിൽ നിന്ന് സമസ്തക്കാർ ഏറ്റെടുത്തു, അവിടെ പ്രചരിച്ചു എന്നതാണ്. ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാഹു വമാ ഹുവ ബിബാലിഗിഹി വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. അവനോടുള്ളത് മാത്രമാണ് യഥാർത്ഥ പ്രാർത്ഥന. അവനെക്കൂടാതെ ഇക്കൂട്ടർ ആരോടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവോ അവർക്കൊന്നും ഒരുത്തരവും നൽകാനാവില്ല. വെള്ളത്തിലേക്ക് 2 കൈകളും നീട്ടി അത് വായിലെത്താൻ കാത്തിരിക്കുന്നവനെ പോലെയാണവർ. വെള്ളം അങ്ങോട്ടെത്തുകയില്ലല്ലോ. സത്യനിഷേധികളുടെ പ്രാർത്ഥന പൂർണ്ണമായും പാഴായതുതന്നെ.